ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ഓണത്തിന് ഇനി ഒരു മാസം പോലും ഇല്ലാതായതോടെ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ ആനുകൂല്യ വിതരണമാണ് 60 ലക്ഷത്തോളം പേർക്ക് ലഭിക്കുന്ന മാസം 1600 വീതമുള്ള ക്ഷേമ പെൻഷനുകൾ. 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക നിലനിർത്തിക്കൊണ്ട് മാർച്ച് മാസം മുതൽ അതത് മാസത്തെ പെൻഷനാണ് മാസാവസാനം വിതരണം ചെയ്യുന്നതെന്നാണ് ധനമന്ത്രി നേരത്തെ വിശദീകരിച്ചത്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അവസാനം സർക്കാർ അഭിപ്രായത്തിൽ നൽകിയിരിക്കുന്നത് ജൂലൈ മാസ പെൻഷനാണ്. എന്നാൽ കുടിശ്ശിക ആയ 5 മാസ പെൻഷൻ തുകയിൽ 2 മാസത്തെ തുക ഈ വർഷവും ബാക്കി 3 മാസത്തെ തുക അടുത്ത വർഷവും നൽകുമെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചിരുന്നു. ഈ വർഷം നൽകുമെന്ന് പറഞ്ഞ 2 മാസത്തെ കുടിശ്ശിക പെൻഷനിൽ 1 മാസത്തെ പെൻഷൻ തുക ഓണത്തിന് നൽകും. മറ്റൊരു മാസത്തെ പെൻഷൻ എന്ന് നൽകുമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടില്ല എങ്കിലും അത് ഡിസംബറിൽ ക്രിസ്മസ് പുതുവത്സര സമയത്ത് നൽകുവാനാണ് സാധ്യത എന്നാണ് അറിയുന്നത്. 1 മാസത്തെ കുടിശ്ശിക തുക കൂടി നൽകുന്നതോടെ 3200 രൂപ വീതമാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും ഈ ഓണത്തിന് എത്തിച്ചേരുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തനത് മാസത്തെ പെൻഷൻ തുകയാണ് സർക്കാർ ഓരോ മാസവും വിതരണം ചെയ്യുന്നതെങ്കിൽ ഓണത്തിന് സെപ്റ്റംബറിൽ ആ മാസത്തെ പെൻഷൻ ലഭിക്കുന്നതിന് 2024 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതായി വരും. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും പെൻഷൻ തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി 2024 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ കാർഡുമായി പെൻഷൻ ലഭിക്കുന്നവർ നേരിട്ട് ചെന്ന് ബയോമെട്രിക് മെഷീനിൽ വിരലമർത്തി അല്ലെങ്കിൽ കണ്ണുകൾ സ്കാൻ ചെയ്താണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. ഓഗസ്റ്റ് 24 ശനിയാഴ്ച വരെയാണ് സർക്കാർ ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 24 മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കാണ് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുവാൻ സാധ്യതയുള്ളത്. നിലവിൽ എല്ലാ മാസവും അവസാന ആഴ്ചയിൽ ആ മാസത്തെ പെൻഷൻ വിതരണ പ്രഖ്യാപനം ധനവകുപ്പിൽ നിന്ന് വരുന്നുണ്ട്. ഈ രീതി തുടർന്നാൽ അടുത്ത ആഴ്ച ഓഗസ്റ്റ് മാസ പെൻഷൻ വിതരണ പ്രഖ്യാപനം വരും. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കുവാൻ 2 ആഴ്ച വരെ സമയം എടുക്കുന്നുണ്ട്. ഓണം സെപ്റ്റംബർ പകുതിയിലാണ് വരുന്നത്. എല്ലാവർക്കും ഓണക്കാല പെൻഷൻ എത്തിച്ചേരണമെങ്കിൽ സെപ്റ്റംബർ ആദ്യ ആഴ്ചയുടെ അവസാനമോ 2ാം ആഴ്ചയുടെ തുടക്കത്തിലോ വിതരണം തുടങ്ങേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ സെപ്റ്റംബർ മാസ പെൻഷൻ നേരത്തെയാക്കി 1 മാസ കുടിശ്ശികയോടൊപ്പം പെൻഷൻ വിതരണം ചെയ്യുവാനുള്ള സാധ്യത കുറവാണ്. പകരം ഓഗസ്റ്റ് മാസ പെൻഷൻ കുറച്ച് ദിവസം കൂടി നീട്ടി 1 മാസ കുടിശ്ശികയോടൊപ്പം സെപ്റ്റംബർ ആദ്യ ആഴ്ച അവസാനമോ അല്ലെങ്കിൽ 2ാമത്തെ ആഴ്ചയുടെ തുടക്കത്തിലോ ആക്കി 3200 രൂപ വീതം വിതരണം ചെയ്യുവാനാണ് സാധ്യത. ഓണത്തിന് ശേഷം സെപ്റ്റംബർ മാസം ഒടുവിൽ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണവും പ്രഖ്യാപിച്ചേക്കും. അതിലൂടെ ഏകദേശം 1 മാസ സമയത്തിനുള്ളിൽ തന്നെ 2 തവണ വീതം 3 ഗഡുക്കളായി 4800 രൂപ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് ലഭിക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. അതിനു മുമ്പായി ഓഗസ്റ്റ് 24 എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ മറക്കരുത്. പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകളെ സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പുകൾ എത്തുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.